ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ്. അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രായേൽ എന്നിവ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം കൊണ്ടുവന്ന ആദ്യത്തെ നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ്. അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രായേൽ എന്നിവ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം കൊണ്ടുവന്ന ആദ്യത്തെ നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അത് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നായി മാറിയത് 1883 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നായിട്ട് മാറി. അത് 1883 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. ഗവർണർ ജനറൽ എന്ന സ്ഥാനപ്പേര് മാറി വൈസ്രോയി എന്ന സ്ഥാനപ്പേര് വന്നത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഗവർണർ ജനറൽ എന്ന സ്ഥാനപ്പേര് മാറിയിട്ട് വൈസ്രോയി എന്ന സ്ഥാനപ്പേര് വന്നു. അത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണം അത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ബ്രിട്ടീഷ് ഗവർണർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇന്ത്യക്കാർക്ക് പ്രവേശനം അനുവദിച്ച ആക്റ്റാണ് 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. ഈ നിയമം മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇന്ത്യക്കാർക്ക് പ്രവേശനം അനുവദിച്ച ആക്റ്റാണ് 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. ഈ നിയമം മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പാക്കിയ നിയമമാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇത് മൊണ്ടേഗു ചെംഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ എന്ന് അറിയപ്പെടുന്നു. പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പാക്കിയ നിയമമാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇത് മൊണ്ടേഗു ചെംഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ എന്ന് അറിയപ്പെടുന്നു. പ്രവിശ്യകളിൽ ദ്വിഭരണം മാറ്റി സ്വയം ഭരണാവകാശം കൊടുത്ത നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. പ്രവിശ്യകളിൽ ദ്വിഭരണം മാറ്റി സ്വയം ഭരണാവകാശം കൊടുത്ത നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് വേവൽ പ്ലാൻ, വർഷം 1945. അപ്പോൾ ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് വേവൽ പ്ലാൻ, വർഷം 1945. ഓഗസ്റ്റ് 15, 1947 ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് കൈമാറിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇത് 1947 ജൂലൈ 18 പാസ്സാക്കിയത്. 1947 ജൂലൈ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1946. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത്. ഭരണഘടനയുടെ നിർമ്മാണ സഭ രൂപം കൊണ്ട വർഷം 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ട വർഷം 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്ന വർഷം 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്ന വർഷം
1946 ഡിസംബർ 9-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 207 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ മീറ്റിംഗിൻ്റെ വേദി കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ മീറ്റിംഗിൻ്റെ വേദി. കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. നിയമനിർമ്മാണ സഭയിൽ ആദ്യം സംസാരിച്ചത് ആചാര്യ കൃപലാനിയാണ്. ആചാര്യ കൃപലാനിയാണ് നിയമനിർമ്മാണ സഭയിൽ ആദ്യം സംസാരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ മീറ്റിംഗിലെ അധ്യക്ഷനാണ് സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ മീറ്റിംഗിലെ അധ്യക്ഷനാണ് സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനാണ് ഡോക്ടർ ബി എൻ റാവു. ഡോക്ടർ ബി എൻ റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവസാനം പ്രസംഗിച്ച വ്യക്തിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവസാനം പ്രസംഗിച്ച വ്യക്തിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രസംഗിച്ച ഏക വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രസംഗിച്ച ഏക വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായ വർഷം 1946 ഡിസംബർ 11-നാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായ വർഷം 1946 ഡിസംബർ 11-നാണ്. ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയുടെ അവസാന മീറ്റിംഗ് നടന്ന വർഷം 1946 ഡിസംബർ 23-നാണ്. 1946 ഡിസംബർ 23-നാണ് ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയുടെ അവസാന മീറ്റിംഗ് നടന്ന വർഷം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ 389 389 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് എത്ര പേർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നു? 292 പേര്. ഇന്ത്യയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് എത്ര പേര് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നു എന്ന് ചോദിച്ചാൽ 292 ആണ്. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് നിയമനിർമ്മാണ സഭ അംഗങ്ങളായിട്ട് വന്നത്? 93 പേര്. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേരാണ് നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ട് വന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം 17 ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം 17. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളി വനിതകളുണ്ടായിരുന്നു? 3 വനിതകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്നത്. 3 മലയാളി വനിതകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതകളാണ് ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ ഇവരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന 3 മലയാളി വനിതകൾ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. അപ്പോൾ പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധീകരിച്ചത് എത്ര പേരാണ്? 9 പേരാണ്. മലബാറിനെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്നത് 9 പേരാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ എത്ര പേർ പ്രതിനിധാനം ചെയ്തു? 6 പേരാണ്. അപ്പോൾ 6 പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്ന വർഷം 1947 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1947 ഓഗസ്റ്റ് 29 1947 ഓഗസ്റ്റ് 29 ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന BR അംബേദ്കർ നിയമിതനായ വർഷം 1947 ഓഗസ്റ്റ് 29 1947 ഓഗസ്റ്റ് 29 BR അംബേദ്കർ
ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനായിട്ട് നിയമിതനായ വർഷം. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം 7 ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം 7. ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനുള്ള കമ്മിറ്റിയുടെ തലവനാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനുള്ള കമ്മിറ്റിയുടെ തലവനാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിളിക്കുന്നത് ആര്? ഡോക്ടർ ബി.ആർ. അംബേദ്കറിനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിളിക്കുന്നത് ഡോക്ടർ ബി.ആർ. അംബേദ്കറിനെയാണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. ജനങ്ങളുടെ അഭിപ്രായം അറിയിക്കാനായി ഭരണഘടനയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ച വർഷം 1948. 1948 ജനങ്ങളുടെ അഭിപ്രായം അറിയിക്കാനായി ഭരണഘടനയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത്. ഭരണഘടനയുടെ കരട് രൂപം നിയമനിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1948 ജനുവരിയാണ്. 1948 ജനുവരിയിലാണ് ഭരണഘടനയുടെ കരട് രൂപം നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കാൻ എത്ര ദിവസമെടുത്തു? 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസമാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ എടുത്ത ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഇന്ത്യയുടെ നിയമദിനം എന്നറിയപ്പെടുന്നത് നവംബർ 26. ഇന്ത്യയുടെ നിയമദിനം എന്നറിയപ്പെടുന്നത് ഈ അംഗീകാരം നൽകിയ വർഷം, അതായത് ആ ദിവസം നവംബർ 26 ഇന്ത്യയുടെ നിയമദിനം. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന വനിതകളാണ് സരോജിനി നായിഡു, ഹൻസ മേത്ത. അപ്പോൾ ഹൻസ മേത്ത, സരോജിനി നായിഡു എന്നിവരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട വനിതകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ എത്ര ഭാഗങ്ങളുണ്ടായിരുന്നു? 22 ഭാഗങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ 22 ഭാഗങ്ങളുണ്ടായിരുന്നു. ഭരണഘടനയിൽ ഇപ്പോൾ എത്ര ഭാഗങ്ങളുണ്ട്? 25 ഭാഗങ്ങളുണ്ട്. അപ്പം ആദ്യം തുടക്കത്തിൽ 22 ഭാഗങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭരണഘടനയിൽ 25 ഭാഗങ്ങളുണ്ട്. തുടക്കത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു? 8 പട്ടികകൾ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ 8 പട്ടികകളായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഭരണഘടനയിൽ 12 പട്ടികകളുണ്ട്. ഇപ്പോൾ നിലവിൽ 12 പട്ടികകളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. ആരംഭത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു? 395 വകുപ്പുകളായിരുന്നു. 395 വകുപ്പുകളായിരുന്നു ആരംഭത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 448 വകുപ്പുകളുണ്ട്. ഇപ്പോൾ 448 വകുപ്പുകളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ അവകാശമാണ് മൗലികാവകാശം. ഇന്ത്യൻ ഭരണഘടന അതിലെ പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ അവകാശമാണ് മൗലികാവകാശം. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഭാഗം 3-ലാണ്. 3-ാം ഭാഗത്തിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നത്. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നത് കോടതി മുഖേനയാണ്. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നത് കോടതി മുഖേനയാണ്. ആരംഭത്തിൽ ഇന്ത്യയിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ടായിരുന്നു? 7 7 മൗലിക അവകാശങ്ങളാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6 മൗലിക അവകാശങ്ങളാണുള്ളത്. നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഏത് ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും മാറ്റിയത്? 44-ാം ഭേദഗതിയിലൂടെയാണ്. 44-ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും മാറ്റിയത്. 44-ാമത് ഭരണഘടനാ ഭേദഗതി നടപ്പാക്കിയ വർഷം 1978. 1978 44-ാമത് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയത്. മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭാഗമാണ് ആർട്ടിക്കിൾ 368. മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭാഗമാണ്
ആർട്ടിക്കിൾ 368. ഭരണഘടനയുടെ രണ്ടാം ഭാഗത്തിൽ 5 മുതൽ 11 വരെയുള്ള ആശയങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം പൗരത്വം. പൗരത്വത്തെക്കുറിച്ചാണ് ഭരണഘടനയുടെ രണ്ടാം ഭാഗത്തിൽ 5 മുതൽ 11 വരെയുള്ള ആശയങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ എത്ര മാർഗത്തിലൂടെ പൗരത്വം നേടാം? 5 മാർഗത്തിലൂടെയാണ്. 5 വഴികളിലൂടെ ഇന്ത്യയിൽ പൗരത്വം നേടാൻ പറ്റും. ഇന്ത്യയിൽ എത്ര വിധത്തിൽ പൗരത്വം നഷ്ടപ്പെടാം? 3 തരത്തിലാണ്. 3 വിധത്തിൽ ഇന്ത്യയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള പൗരത്വം ഏക പൗരത്വമാണ്. അപ്പോൾ ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള പൗരത്വം. പാർലമെൻറ്റിൽ ഇന്ത്യൻ പൗരത്വ നിയമം പാസാക്കിയ വർഷം 1955. പാർലമെൻറ്റിൽ ഇന്ത്യൻ പൗരത്വ നിയമം പാസാക്കിയ വർഷം 1955. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യൻ സർക്കാരിലാണ്. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യൻ സർക്കാരിലാണ്. വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടാമെന്ന് വിശദീകരിക്കുന്ന നിയമമാണ് 1955 ഇന്ത്യൻ പൗരത്വ നിയമം. വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടാമെന്ന് വിശദീകരിക്കുന്ന നിയമമാണ് 1955 ഇന്ത്യൻ പൗരത്വ നിയമം. അയിത്തത്തിനെതിരെയുള്ള ഭരണഘടനാ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണ് വകുപ്പ് 17. അയിത്തത്തിനെതിരെയുള്ള ഭരണഘടനാ വ്യവസ്ഥയാണ് 17-ാം വകുപ്പ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 19. അപ്പോൾ 19-ാം വകുപ്പിലാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. തൊട്ടുകൂടായ്മ ഇല്ലാതെയാക്കിയിരിക്കുന്ന വകുപ്പാണ് 17. അപ്പോൾ 17-ാം വകുപ്പ് പ്രകാരം തൊട്ടുകൂടായ്മ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഏക വകുപ്പാണ് 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മുദ്രാവാക്യത്തോടെ പാസ്സാക്കിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ ഏക വകുപ്പാണ് വകുപ്പ് 17. അതായത് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്ന വകുപ്പായ 17-ാം വകുപ്പ്. ഒരു വ്യക്തിയെ ഒരേ കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കുവാനോ പാടില്ല എന്ന് പറയുന്ന വകുപ്പ് 20-ൽ 2 20-ൽ 2 ഒരു വ്യക്തിയെ ഒരേ കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല എന്ന് പറയുന്ന വകുപ്പ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന വകുപ്പാണ് വകുപ്പ് 21A. അപ്പോൾ 21A പ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവരുന്നതിന് അടിസ്ഥാനമായ ഭരണഘടനാ ഭേദഗതിയാണ് ഭേദഗതി 86. അപ്പോൾ 86-ാം ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവരുന്നതിന് അടിസ്ഥാനമായത്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറുകൾക്കകം അടുത്തുള്ള മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ഹാജരാക്കണമെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പാണ് 22-ൽ 2. വകുപ്പ് 22-ലെ 2 പ്രകാരമാണ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറുകൾക്കകം അടുത്തുള്ള മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ഹാജരാക്കണമെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ്. വകുപ്പ് 22-ൽ 2. മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുവാൻ അനുമതി നൽകുന്ന ഭരണഘടനാ വകുപ്പ് 32-ആണ്. അപ്പം 32-ാം വകുപ്പ് പ്രകാരം സുപ്രീം കോടതിയെ മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് സമീപിക്കാൻ പറ്റും. എത്ര തരത്തിലുള്ള റിട്ടുകളുണ്ട്? 5 തരത്തിലുള്ള റിട്ടുകളാണുള്ളത്. അപ്പം റിട്ടുകളുടെ എണ്ണം 5ആണ്. മൗലികാവകാശങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? അടിയന്തരാവസ്ഥ കാലത്താണ്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്താണ് മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നത്, അതായത് നിർത്തലാക്കുന്നത്. ഭരണഘടനയുടെ എത്രാമത്തെ വകുപ്പ് പ്രകാരമാണ് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്? സുപ്രീം കോടതിക്ക് 32-ാം വകുപ്പ് പ്രകാരമാണുള്ളത്. എന്നാൽ ഹൈക്കോടതി ഏത് വകുപ്പ് പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്? 226-ആണ്. അപ്പോൾ സുപ്രീം കോടതി 32-ാം വകുപ്പ് പ്രകാരവും ഹൈക്കോടതി 226-ാം വകുപ്പ് പ്രകാരവുമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. അന്യായമായി തടങ്കലിൽ വയ്ക്കപ്പെട്ട ഒരു വ്യക്തിയെ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിന് ഉത്തരവ് നൽകുന്നതിനുള്ള അധികാരമാണ് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വയ്ക്കപ്പെട്ട ഒരു വ്യക്തിയെ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിന് ഉത്തരവ് നൽകുന്നതിനുള്ള അധികാരമാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. ഏത് ഭാഷയിൽ നിന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഉത്ഭവിച്ചത്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്.
ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഉത്ഭവിച്ചത്. മാൻഡമസ് എന്ന വാക്കിനർത്ഥം ആജ്ഞ, കൽപ്പന എന്നാണ്. നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് എന്ന വാക്കിനർത്ഥം. കർത്തവ്യം നിറവേറ്റാൻ വിസമ്മതിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും വ്യക്തികളോടും അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ് മാൻഡമസ്. അപ്പോൾ ഒരു കർത്തവ്യം നിറവേറ്റാൻ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരോ വ്യക്തികളോ അത് ചെയ്യാതിരിക്കുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. കോവാറൻഡോ എന്ന വാക്കിനർത്ഥം തങ്ങളുടെ അധികാരം, എന്തധികാരം എന്നാണ് കോവാറൻഡോ എന്ന വാക്കിനർത്ഥം. കീഴ്ക്കോടതികൾ അവയുടെ അധികാര സീമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അത് തടയാൻ മേൽക്കോടതികൾക്ക് അധികാരം നൽകാവുന്നതാണ്. ഇതാണ് പ്രൊഹിബിഷൻ. അപ്പോൾ കോവാറൻഡോ എന്ന് പറഞ്ഞാൽ എന്തധികാരം, തങ്ങളുടെ അധികാരം എന്താണെന്നുള്ളത്. കീഴ്ക്കോടതികൾ അവയുടെ അധികാര സീമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അത് തടയാൻ മേൽക്കോടതിക്ക് അധികാരം നൽകുന്നതാണ് പ്രൊഹിബിഷൻ. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് നിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്നത്? ഭാഗം 4-ലാണ് ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ 36 മുതൽ 51 വരെയാണ്. 651 മിസ്റ്റേക്കാണ്, 51 വരെയാണ്. 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ. 36 മുതൽ 51 വരെ. നിർദ്ദേശക തത്വങ്ങളുടെ മുഖ്യ ലക്ഷ്യം ഇന്ത്യയെ ക്ഷേമരാഷ്ട്രമാക്കുക എന്നതാണ്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ക്ഷേമരാഷ്ട്രമാക്കുക എന്നതാണ്. ഇന്ത്യയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്തിൽ അധിഷ്ഠിതമാണ്? ലിബറലിസം, സോഷ്യലിസം ഇതിൽ അധിഷ്ഠിതമാണ്. ലിബറലിസം, സോഷ്യലിസം ഈ കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഇന്ത്യയിലെ നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയിലെ ഗാന്ധിയൻ ആശയങ്ങൾ ഉൾപ്പെടുത്തിയത് നിർദ്ദേശക തത്വത്തിലാണ്. അപ്പം നിർദ്ദേശക തത്വത്തിലാണ് ഗാന്ധിയൻ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം, തുല്യ ജോലി എന്നിവ പരാമർശിക്കപ്പെടുന്ന വകുപ്പ് 39D ആണ്. അപ്പോൾ 39Dയിലാണ് സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം, തുല്യ ജോലി എന്നിവ പരാമർശിക്കുന്നത്. 39D. വില്ലേജ് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുക എന്നതിനെ സംബന്ധിക്കുന്ന വകുപ്പ് 40 ആണ്. അപ്പം 40-ാം വകുപ്പിലാണ് വില്ലേജ് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നത് 40-ലാണ്. ഏകീകൃത സിവിൽ കേസ് പ്രതിപാദിക്കുന്ന വകുപ്പ് 44 ആണ്. 44-ാം വകുപ്പിലാണ് ഏകീകൃത സിവിൽ കേസ് പ്രതിപാദിക്കുന്ന വകുപ്പ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പറയുന്ന വകുപ്പാണ് 45-ാം വകുപ്പ്. അപ്പം 45-ലാണ്, വകുപ്പ് 45-ലാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം, മൃഗസംരക്ഷണം, ഗോവധ നിരോധനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 48-ാം വകുപ്പ്. അപ്പം 48-ാമത്തെ വകുപ്പിലാണ് പരിസ്ഥിതി സംരക്ഷണം, മൃഗസംരക്ഷണം, ഗോവധ നിരോധനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നീതിന്യായ വകുപ്പിനെ കാര്യനിർവഹണ വകുപ്പിൽ നിന്നും വേർതിരിക്കുന്ന വകുപ്പാണ് വകുപ്പ് 50. വകുപ്പ് 50-ലാണ് നീതിന്യായ വകുപ്പിനെ കാര്യനിർവഹണ വകുപ്പിൽ നിന്നും വേർതിരിക്കുന്നത്. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A-ലാണ്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 4A-ലാണ്. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42-ാം ഭേദഗതി പ്രകാരമാണ്. അപ്പം മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന സംഭവം ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്താൻ കാരണമായ ഭേദഗതി 42-ആണ്. 42-ാമത്തെ ഭേദഗതി, ആ മാറ്റം വരുത്തലിലാണ് എന്ത് സംഭവിച്ചത്? മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉൾപ്പെട്ടത്. 42-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയ വർഷം 1976-ആണ്. 1976-ലാണ് 42-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയത്. 42-ാം ഭരണഘടനാ ഭേദഗതിക്ക് നേതൃത്വം നൽകിയത് ഇന്ദിരാഗാന്ധിയാണ്. 42-ാം ഭരണഘടനാ ഭേദഗതിക്ക് നേതൃത്വം നൽകിയത് ഇന്ദിരാഗാന്ധിയാണ്. ഭരണഘടനയുടെ തുടക്കത്തിൽ എത്ര മൗലിക കടമകളുണ്ടായിരുന്നു? 10 എണ്ണമായിരുന്നു. 10 മൗലിക കടമകളായിരുന്നു ഭരണഘടനയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളുണ്ട്. ഇപ്പം നിലവിൽ ഭരണഘടനയിൽ 11 മൗലിക കടമകളുണ്ട്. സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിപാദിക്കുന്ന പട്ടിക 1 ആണ്. പട്ടിക 1-ലാണ് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്. രാജ്യസഭാ സീറ്റുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട പട്ടികയാണ് 4. രാജ്യസഭാ സീറ്റുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട പട്ടിക 4-ആണ്.
യൂണിയൻ, സ്റ്റേറ്റ്, കൺകറന്റ് എന്നീ ലിസ്റ്റുകളെ പരാമർശിക്കുന്ന പട്ടികയാണ് പട്ടിക 7. അപ്പോൾ പട്ടിക 7ലാണ് യൂണിയൻ, സ്റ്റേറ്റ്, കൺകറന്റ് എന്നീ ലിസ്റ്റുകളെ പരാമർശിക്കുന്നത്. ഭരണഘടന അംഗീകരിച്ച ഭാഷകളെ പരാമർശിക്കുന്ന പട്ടിക 8ആണ്. 8ാം പട്ടികയിലാണ് ഭരണഘടന അംഗീകരിച്ച ഭാഷകളെക്കുറിച്ച് പരാമർശിക്കുന്നത്. കൂറുമാറ്റ കാരണത്താൽ അയോഗ്യത കൽപ്പിക്കുന്ന പട്ടികയാണ് പട്ടിക 10. ഇപ്പം പട്ടിക 10 പ്രകാരം കൂറുമാറ്റ കാരണത്താൽ അയോഗ്യത കൽപ്പിക്കും. പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ, ഉത്തരവാദിത്തം എന്നിവ പറയുന്ന പട്ടികയാണ് പട്ടിക 11. പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ, ഉത്തരവാദിത്തം എന്നിവ പറയുന്ന പട്ടികയാണ് പട്ടിക 11. മുനിസിപ്പാലിറ്റിയുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പറയുന്ന പട്ടിക 12ആണ്. പട്ടിക 12ലാണ് മുനിസിപ്പാലിറ്റിയുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പരാമർശിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്നത് പട്ടിക 7ലാണ്. അപ്പോൾ പട്ടിക 7ലാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഇതിനെക്കുറിച്ച് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്ന ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്ന ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്. റെയിൽവേ, പ്രതിരോധം, വിദേശകാര്യം, രാജ്യരക്ഷ, കറൻസി, പൗരത്വം എന്നിവ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ റെയിൽവേ, പ്രതിരോധം, വിദേശകാര്യം, രാജ്യരക്ഷ, കറൻസി, പൗരത്വം എന്നിവയൊക്കെയാണ്. സെൻസസ് ഉൾപ്പെടുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റാണ്. അപ്പോൾ സെൻസസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുടെ എണ്ണം 98ആണ്. 98 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുടെ എണ്ണം 52ആണ്. അപ്പോൾ 52 വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിലുള്ളത്. 98 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ എണ്ണം 66ആണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ എണ്ണം 66. ക്രിമിനൽ നിയമം ഉൾപ്പെടുന്ന ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റാണ്. ക്രിമിനൽ നിയമം ഉൾപ്പെടുന്ന ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. പാർലമെൻറ്റിനും സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്കും നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. പാർലമെൻറ്റിനും സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്കും നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. പ്രാദേശിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള ലിസ്റ്റാണ് സംസ്ഥാന ലിസ്റ്റ്. പ്രാദേശിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള ലിസ്റ്റാണ് സംസ്ഥാന ലിസ്റ്റ്. പൊതുജനാരോഗ്യം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സംസ്ഥാന ലിസ്റ്റിലാണ്. അപ്പോൾ പൊതുജനാരോഗ്യം ഉൾപ്പെടുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ്. ഭരണഘടനയുടെ എത്രാമത്തെ വകുപ്പിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പരാമർശിക്കുന്നത്? 246ലാണ്. 246ാമത്തെ വകുപ്പിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് ഭരണഘടനയിൽ പരാമർശിക്കുന്നത്. ഭാഗ്യക്കുറികൾ, അതായത് ലോട്ടറി, ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? യൂണിയൻ ലിസ്റ്റിലാണ്. ഭാഗ്യക്കുറികൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ജനസംഖ്യയുടെ 41% ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഇന്ത്യൻ ജനസംഖ്യയിൽ 41% പേരും ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഹിന്ദി. യൂണിയൻ ഭാഷയെപ്പറ്റി പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 343, 344. അപ്പം 343, 344 വകുപ്പുകളിലാണ് യൂണിയൻ ഭാഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ്. പ്രാദേശിക ഭാഷകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 345 മുതൽ 347 വരെ. അപ്പം പ്രാദേശിക ഭാഷകളെക്കുറിച്ച് പരാമർശിക്കുന്നത് 345 മുതൽ 47. 345 മുതൽ 347 വരെയാണ് പ്രാദേശിക ഭാഷകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ്. എന്നാൽ 343 മുതൽ 344 ഈ 2 വകുപ്പുകളാണ് യൂണിയൻ ഭാഷയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22ആണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22ആണ്. ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് 345ആണ്. 345, 345 ഇതിലാണ് ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴാണ്. ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴാണ്. തമിഴ് ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം 2004ആണ്. തമിഴ് ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം 2004ആണ്. സംസ്കൃത ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം 2005ആണ്. 2005ലാണ് സംസ്കൃത ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചത്. ക്ലാസിക്കൽ പദവി ലഭിച്ച രണ്ടാമത്തെ ഭാഷയാണ് സംസ്കൃതം. ക്ലാസിക്കൽ പദവി ലഭിച്ച രണ്ടാമത്തെ ഭാഷ സംസ്കൃതം. ആദ്യത്തേത് തമിഴ്. കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം 2008ആണ്. കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചത് 2008ലാണ്. മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം 2013ആണ്.
ഇപ്പോൾ 2013 മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത്. ക്ലാസിക്കൽ പദവി ലഭിച്ച ഏറ്റവും ഒടുവിലത്തെ ഭാഷ ഒഡിയയാണ്. ഒഡിയ 2014 ഒഡിയയ്ക്കാണ് ക്ലാസിക്കൽ പദവി ലഭിച്ച ഏറ്റവും ഒടുവിലത്തെ സ്കൂളല്ല ഒഡിയ ഭാഷ. ഇതുവരെ ഇന്ത്യയിൽ എത്ര ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുണ്ട്? 6 ഭാഷകൾക്കാണ് ഇതുവരെ ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത്. പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 315 ഭരണഘടനാ വകുപ്പിലാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. UPSCയുടെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. UPSCയുടെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾ രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾ രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് 324. തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് 324. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 ജനുവരി 25. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 ജനുവരി 25. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നിവ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നിവ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം അറിയപ്പെടുന്നത് നിർവാചൻ സദൻ എന്നാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം അറിയപ്പെടുന്നത് നിർവാചൻ സദൻ എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക മലയാളിയാണ് TN ശേഷൻ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക മലയാളിയാണ് TN ശേഷൻ. ഇലക്ഷനിൽ ഫോട്ടോ പതിച്ച ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുവന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ TN ശേഷനാണ്. ഇലക്ഷനിൽ ഫോട്ടോ പതിച്ച ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുവന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ TN ശേഷനാണ്. ആരുടെ ആത്മകഥയാണ് ഡീജനറേഷൻ? TN ശേഷൻ്റെതാണ്. TN ശേഷൻ്റെ ആത്മകഥയാണ് ഡീജനറേഷൻ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിതയാണ് VS രമാദേവി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിതയാണ് VS രമാദേവി. ഏറ്റവും കുറച്ചു കാലം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ വ്യക്തിയും VS രമാദേവിയാണ്. ഏറ്റവും കുറച്ചു കാലം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ വ്യക്തിയും VS രമാദേവിയാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 6 വർഷമാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 6 വർഷമാണ്. വിവരാവകാശ നിയമം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയത് 2005 ഒക്ടോബർ 12-നാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയത് 2005 ഒക്ടോബർ 12-നാണ്. അമേരിക്കയിലെ വിവരാവകാശ നിയമം അറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്നാണ്. അമേരിക്കയിലെ വിവരാവകാശ നിയമം അറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്നാണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് അമേരിക്കയിൽ നടപ്പിലാക്കിയ വർഷം 1986-ലാണ്. 1986-ലാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് അമേരിക്കയിൽ നടപ്പിലാക്കിയത്. വിവരാവകാശ നിയമത്തെപ്പറ്റി ആദ്യ പ്രഖ്യാപനം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. വർഷം 1989. അപ്പോൾ വിവരാവകാശ നിയമത്തെപ്പറ്റി ആദ്യ പ്രഖ്യാപനം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. അത് 1989-ലാണ് പ്രഖ്യാപനം നടത്തിയത്. വിവരാവകാശ നിയമത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തിയാണ് ജസ്റ്റിസ് PB സാവന്ത്. ജസ്റ്റിസ് PB സാവന്ത്. വർഷം 1996. അപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആണ് ജസ്റ്റിസ് PB സാവന്ത്. വർഷം 1996. വിവരാവകാശ നിയമത്തിൽ രാഷ്ട്രപതി അനുമതി നൽകിയ വർഷം 2005 ജനുവരി 15-ആണ്. 2005 ജനുവരി 15-നാണ് വിവരാവകാശ നിയമത്തിൽ രാഷ്ട്രപതി അനുമതി നൽകിയത്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്.
ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ വർഷം 1997 1997 ഈ തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്. കേരളത്തിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ വർഷം 2005 ഡിസംബർ 19 കേരളത്തിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ വർഷം 2005 ഡിസംബർ 19 കടമെടുത്തത്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. മൗലിക കടമകൾ കടമെടുത്തത് USSR, റഷ്യ. USSRൽ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തത്. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത്. രാജ്യസഭയിലേക്കുള്ള നാമനിർദ്ദേശം എന്ന ആശയം കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. രാജ്യസഭയിലേക്കുള്ള നാമനിർദ്ദേശം എന്ന ആശയം കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. ഗവർണറുടെ നിയമനം എന്ന ആശയം കടമെടുത്തത് കാനഡ. ഗവർണറുടെ നിയമനം കാനഡയിൽ നിന്നാണ് കടമെടുത്തത്. ഫെഡറൽ സർക്കാർ എന്ന ആശയം കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. ഫെഡറൽ സർക്കാർ എന്ന ആശയം കടമെടുത്തത് കാനഡ. രാഷ്ട്രപതിയുടെ ഇലക്ഷൻ എന്ന ആശയം കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. രാഷ്ട്രപതിയുടെ ഇലക്ഷൻ എന്ന ആശയം കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. രാജ്യസഭ എന്ന ആശയം കടമെടുത്തത് USA നിന്നാണ്. രാജ്യസഭ എന്ന ആശയം കടമെടുത്തത് USA അമേരിക്കയിൽ നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം കടമെടുത്തത് USAയിൽ നിന്നാണ്, അതായത് അമേരിക്കയിൽ നിന്നാണ്. ആമുഖം കടമെടുത്തത് USA ആണ്. അപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം കടമെടുത്തത്. ഇംപീച്ച്മെൻറ്റ് എന്ന ആശയവും കടമെടുത്തതും USA നിന്നാണ്. ഇതെല്ലാം അമേരിക്കയിൽ നിന്നാണ്. രാജ്യസഭ എന്ന ആശയം, ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം, ആമുഖം എന്ന ആശയം, ഇംപീച്ച്മെൻറ്റ് എന്ന ആശയം, ഇതൊക്കെ USA അഥവാ അമേരിക്കയിൽ നിന്നാണ്. അതുകൂടാതെ സുപ്രീം കോടതിയുടെ അധികാരം എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തതും അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ സുപ്രീം കോടതിക്കുള്ള അധികാരം, സുപ്രീം കോടതിയുടെ അധികാരം എന്ന ആശയം കടമെടുത്തത് USAയിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തതും അമേരിക്കയിൽ നിന്നാണ്. ക്യാബിനറ്റ് സമ്പ്രദായം എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ക്യാബിനറ്റ് എന്ന സമ്പ്രദായം ക്യാബിനറ്റ് സമ്പ്രദായം എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്ന്. തിരഞ്ഞെടുപ്പ് എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ് എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. സ്പീക്കർ എന്ന ആശയം കടമെടുത്തതും ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ്, സ്പീക്കർ എന്നീ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. നിയമനിർമ്മാണം എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. നിയമനിർമ്മാണം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. പാർലമെൻ്ററി സർക്കാർ എന്ന ആശയം കടമെടുത്തതും ബ്രിട്ടനിൽ നിന്നാണ്. പാർലമെൻ്ററി സർക്കാർ എന്ന ആശയം കടമെടുത്തതും ബ്രിട്ടനിൽ നിന്നാണ്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നിവ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നിവ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. താങ്ക് യു.